നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് മൗലിക അവകാശങ്ങളെക്കുറിച്ച്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ളത്, ഈക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള മൗലിക അവകാശം, പിന്നെ സ്വതന്ത്രത്തിന് വേണ്ടിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചു തീർന്നു. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് മൗലിക അവകാശങ്ങളിൽ തന്നെ മൂന്നാമത്തെ മൗലിക അവകാശമാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള മൗലിക അവകാശം എന്ന് പറയുന്നത്. ചൂഷണത്തിന് എതിരായിട്ടുള്ള മൗലിക അവകാശം. അതാണ് എന്തെന്ന് പറയുന്നത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 24 ഈ രണ്ട് ആർട്ടിക്കിളുകളാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 23 ആണ്. ആർട്ടിക്കിൾ 23 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 പറയുന്നത്, ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ എന്നിവയെ എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 23 പ്രകാരം ഇന്ത്യൻ ഭരണഘടന നിരോധിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് മനുഷ്യക്കടത്ത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയും. രണ്ടാമത്തേത് നിർബന്ധിതമായിട്ടുള്ള തൊഴിൽ. നിർബന്ധിത തൊഴിൽ എന്നിവ എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടന നിരോധിച്ചിരിക്കുന്നു. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 23 പ്രകാരം. എന്തൊക്കെയാണ് നിരോധിക്കുന്നത്? മനുഷ്യക്കടത്ത്, പിന്നെ നിർബന്ധിത തൊഴിൽ. ഇത് രണ്ടിനെയും എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഭരണഘടന നിരോധിച്ചിരിക്കുന്നു. ഇനി മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് അതിൻ്റെ കീഴിൽ വരുന്നതാണ് സ്ത്രീ, പുരുഷൻ, ബാല എന്നീപ്പെട്ട ബാലന്മാർ എന്ന് പറയുന്ന വിഭാഗങ്ങളിൽപ്പെട്ട, അതായത് സ്ത്രീ, പുരുഷൻ, കുട്ടികൾ ഇവരുടെ കച്ചവടം ആർട്ടിക്കിൾ 23 പ്രകാരം മനുഷ്യക്കടത്തിന്റെ അടിയിൽ പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? നിരോധിച്ചിരിക്കുന്നു. സ്ത്രീ, പുരുഷൻ, കുട്ടികൾ ഇവരുടെ കച്ചവടം നിരോധിച്ചിരിക്കുന്നു. സ്ത്രീ, പുരുഷൻ, കുട്ടികൾ എന്നിവരുടെ കച്ചവടം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഈ പറയുന്ന കുട്ടികൾ ഒരു കാശ് വാങ്ങിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീയെയോ പുരുഷനോ ഒരു കാശ് വാങ്ങിയിട്ട് വിൽക്കുക, അടിമത്തത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അടിമത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് ഇന്ത്യൻ ഭരണഘടന പ്രയോഗിക്കുന്നില്ല എങ്കിൽ പോലും ഒരു ചോദ്യം നിങ്ങൾക്ക് വരികയാണ്, അടിമത്തം നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. ഇതിലൂടെ ചെയ്യുന്നത്? അടിമത്തം നിരോധിക്കുന്നു. അടിമത്തം നിരോധിക്കുന്നു. അപ്പോൾ പ്രത്യക്ഷമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ അടിമത്തം നിരോധിക്കുന്നതായിട്ട് പറയുന്നില്ല. പക്ഷെ പരോക്ഷമായ ആർട്ടിക്കിൾ 23 പ്രകാരം തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? അടിമത്തം നിരോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ അഥവാ വേശ്യാവൃത്തി, പ്രോസ്റ്റിറ്റ്യൂഷൻ അഥവാ വേശ്യാവൃത്തി എന്ന് പറയുന്നതും ഇന്ത്യൻ ഭരണഘടന നിരോധിക്കുന്നത് ഈ മനുഷ്യക്കടത്തിന്റെ ഭാഗമായിട്ടാണ്. ആർട്ടിക്കിൾ 23 പ്രകാരമാണ്. മാത്രമല്ല, പണ്ട് നമ്മളുടെ ക്ഷേത്രങ്ങളിൽ ഒരു ദുരാചാരമായിട്ട് നിലനിന്നിരുന്ന പ്രോസ്റ്റിറ്റ്യൂഷന്റെ തന്നെ മറ്റൊരു വകഭേദമായിരുന്നു എന്തെന്ന് പറയുന്നത് ദേവദാസി സമ്പ്രദായം എന്ന് പറയുന്നത്. ആ ദേവദാസി സമ്പ്രദായം ഇന്ത്യൻ ഭരണഘടന നിരോധിക്കുന്നത് ഇതേ ആർട്ടിക്കിൾ പ്രകാരമാണ്. ആർട്ടിക്കിൾ 23 പ്രകാരമാണ്. ദേവദാസി സമ്പ്രദായം. ദേവദാസി സമ്പ്രദായവും എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 23 പ്രകാരം ഇന്ത്യൻ ഭരണഘടന നിരോധിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്തിനെയും നിർബന്ധിതമായിട്ടുള്ള തൊഴിലിനെയുമാണ് നിരോധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് സ്ത്രീ, പുരുഷൻ, കുട്ടികൾ ഇവരുടെ കച്ചവടം നിരോധിക്കുന്നു. അടിമത്തം നിരോധിച്ചിരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ വേശ്യാവൃത്തി അഥവാ പ്രോസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ഭരണഘടന നിരോധിക്കുന്നു.
അതിന്റെ ഒപ്പം തന്നെ എന്താണ് ദേവദാസി സമ്പ്രദായം എന്ന് പറയുന്നതും ഇന്ത്യൻ ഭരണഘടന നിരോധിച്ചിരിക്കുന്നു. ഇതിലേത് ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാം, ദേവദാസി സമ്പ്രദായം നിരോധിക്കുന്നതിന് കാരണമായ ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? അല്ലെങ്കിൽ ചോദിക്കാം, എന്താണ് അടിമത്തം നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ഇത് ഏത് ചോദിച്ചാലും അതിന്റെ ഉത്തരം നമ്മൾ എന്താ എഴുതണം? ആർട്ടിക്കിൾ 23 എഴുതണം. അപ്പോ എന്താണ് ആർട്ടിക്കിൾ 23 ഒന്ന് പറയുന്നത് എന്താണ്? മനുഷ്യക്കടത്തിനെ കുറിച്ചാണ്. അപ്പോ മനുഷ്യക്കടത്ത് ഇത് എന്തിന്റെ പരിധിയിൽ ഇതെല്ലാം വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് എന്താണ്? നിർബന്ധിതമായിട്ടുള്ള തൊഴിലാണ്. അതെന്താണ് അർത്ഥമാക്കുന്നത്? അതായത് കുറഞ്ഞ കൂലി അല്ലെങ്കിൽ എന്താണ് കൂലി ഇല്ലാതെ നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിക്കുക. മാത്രമല്ല ബേഗാർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ കാലഘട്ടത്തിൽ പണ്ട് നമ്മളുടെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് നോർത്ത് ഇന്ത്യയിലാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ ഈ ജമീന്ദാർ സിസ്റ്റം എന്ന് പറയുന്നില്ലേ, ഒരാളുടെ ഉടമസ്ഥതയിൽ എന്താണ് കുറെ പണിക്കാരുണ്ടാവും, അയാൾക്ക് വേണ്ടി അവർ പണിയെടുത്ത് നൽകും. ആ സിസ്റ്റത്തെയാണ് ബേഗാർ സിസ്റ്റം എന്ന് പറയുന്നത്, ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് പഴയ അടിമ ഉടമ അല്ലെങ്കിൽ എന്താണ് അടിയാൻ ഉടയോൻ എന്ന് പറയുന്ന കേരളത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങൾ, ഇതിനെയെല്ലാം ആർട്ടിക്കിൾ 23 എന്ത് ചെയ്യുന്നു? നിരോധിച്ചിരിക്കുന്നു. നിർബന്ധിത തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞ കൂലിക്കോ കൂലി ഇല്ലാതെയോ നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിക്കുന്നത്. നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? ബേഗാർ സിസ്റ്റം. ഇതിനെയെല്ലാം ബേഗാർ സിസ്റ്റം എന്ന് പറയുന്നത് ജമീന്ദാരി സിസ്റ്റം പോലെ ഒരാളുടെ എന്താണ് ഉടമസ്ഥതയിൽ കുറെ തൊഴിലാളികൾ ഉണ്ടാവും, അയാൾ ഒരു ജന്മിയായിട്ട് നിൽക്കും, അയാളുടെ കീഴിൽ കുറഞ്ഞ കൂലിക്കോ അല്ലെങ്കിൽ എന്താണ് കൂലി ഇല്ലാതെയോ എന്താണ് വല്ല നെല്ലോ സാധനങ്ങളോ ഒക്കെ വാങ്ങി മാത്രം എന്താണ് ഉടയാൻ, അതായത് അടിമകളായിട്ടുള്ള അല്ലെങ്കിൽ അടിമകളെ പോലെ എന്താണ് ജനവിഭാഗങ്ങൾ പണിയെടുക്കുന്ന ആ സിസ്റ്റം ഇന്നും നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും ഇതുണ്ട്. എന്താണ് അപ്പോൾ അതിനെയും എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 23 പ്രകാരം നിരോധിച്ചിരിക്കുന്നു. ഇനി ഈ ആർട്ടിക്കിൾ 23 പ്രകാരം മനുഷ്യക്കടത്തും നിർബന്ധിത തൊഴിലും നമ്മൾ നിരോധിച്ചു എന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത്? ഇത് നടപ്പിലാക്കുന്നത് രണ്ട് രീതിയിലാണ്. അതായത് ഈ ആർട്ടിക്കിൾ 23 ലംഘിക്കുന്നത് ഈ പറയുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ എന്ത് ചെയ്യാം? സമീപിക്കാം. അത് എന്നിട്ട് എന്ത് പറയാം? നമ്മളുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു, അത് എന്താണ് പുനഃസ്ഥാപിച്ച് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് കോടതിയെ സമീപിക്കാം. എന്നാൽ ഇത് ഈ പറയുന്ന ആർട്ടിക്കിൾ 23 ലംഘിക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്വകാര്യ വ്യക്തിയാണ് ആർട്ടിക്കിൾ 23. ഗവൺമെന്റ് ലംഘിച്ചാൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലംഘിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോകാം. എന്നാൽ ഇത് ലംഘിക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയാണ് ആർട്ടിക്കിൾ 23 ലംഘിക്കുന്നതെങ്കിൽ ആര് അതിനെ തടയണം? നേരെ കോടതിയിലേക്കല്ല പോകുന്നത്. അതിനെ തടയേണ്ട ഉത്തരവാദിത്വം അവിടെ ആർക്കാണ്? അവിടുത്തെ ഗവൺമെന്റിനാണ്. ആർക്കാണ്? ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? സ്വകാര്യ വ്യക്തികൾ ആർട്ടിക്കിൾ 23 ലംഘിക്കാതിരിക്കുവാനായിട്ട് പാർലമെന്റിൽ നിയമങ്ങൾ നിർമ്മിക്കണം, അതിന് ശിക്ഷാവിധികൾ പറയണം. അങ്ങനെ ലംഘിക്കുന്ന വ്യക്തികളെ എന്ത് ചെയ്യണം? ആ നിയമപ്രകാരം ശിക്ഷിക്കുകയും വേണം. അതാണ് സ്റ്റേറ്റിന്റെ കടമ. സ്റ്റേറ്റ് ലംഘിച്ചാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. സ്വകാര്യ വ്യക്തിയാണെങ്കിൽ ലംഘിക്കുന്നതെങ്കിൽ അതിനെ തടയേണ്ടത്, അതിനെതിരായിട്ട് നിയമനിർമ്മാണം നടത്തേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെയാണ്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ എന്താണ് സ്റ്റേറ്റ് ഇത്തരം പരിപാടികൾ തടയുന്നതിനായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത് ഇമ്മോറൽ ട്രാഫിക്കിംഗ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയും. പ്രിവെൻഷൻ ആക്ട് 1956 ഈ നിയമം ഉണ്ടാകുന്നത്. എന്താണ്? ഇമ്മോറൽ ട്രാഫിക്കിംഗ് പ്രിവെൻഷൻ ആക്ട്. അതായത് മനുഷ്യക്കടത്ത് തടയുന്നതിനായിട്ട് 1956 പാർലമെന്റ് നിർമ്മിച്ച നിയമമാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത്. എന്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത്? 1956 അതുപോലെ തന്നെയാണ് 1948 നിയമിച്ച ഒരു നിയമമാണ് മിനിമം വേജസ് ആക്ട് എന്ന് പറയുന്നത്.
മിനിമം വേജസ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? 1948 നിർമ്മിച്ച നിയമമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് ബൗണ്ടഡ് ലേബർ സിസ്റ്റം. ബൗണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട്. 1976 തന്നെയാണ് ഈ നിയമം ഉണ്ടാവുന്നത്. ബൗണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് എന്ന് പറയുന്നത്. ഈ ബൗണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ബൗണ്ടഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ സാഹചര്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട്, അതായത് ഒരാൾക്ക് തൊഴിലില്ലാത്ത അയാൾക്ക് ജീവിക്കണമെങ്കിൽ, അയാളുടെ കുടുംബം പുലർത്തണമെങ്കിൽ എന്ത് വേണം? ഒരു തൊഴിൽ നിർബന്ധമാണ്. അപ്പോൾ എന്താണ് അയാളുടെ സാഹചര്യം? എന്താണ്? നിലവിൽ തൊഴിലില്ല, ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അയാളുടെ ആ സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? മിസ്യൂസ് ചെയ്തുകൊണ്ട് അയാളെ കുറഞ്ഞ കൂലിക്ക് പണിയെടുപ്പിക്കുകയാണെന്ന് കരുതുക. അയാൾ ചെയ്യും ആ ജോലി. കാരണം എന്തുകൊണ്ടാണ്? അയാൾക്ക് വേറെ മാർഗമില്ല. കുറഞ്ഞതെങ്കിൽ കുറഞ്ഞത് ഒരു കൂലി കിട്ടണമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ എന്താണ് മുഴുപട്ടിണിയിൽ നിന്നും എന്താണ് അരപ്പട്ടിണിയിലേക്കെങ്കിലും മാറ്റാമെന്ന് കരുതിക്കൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യും? പണിയെടുക്കും. പക്ഷേ അത് ചെയ്യിക്കാൻ പാടില്ല. അങ്ങനെ ഒരാളുടെ സാഹചര്യത്തെ എന്ത് ചെയ്യാൻ പാടില്ല? ചൂഷണം ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ പറയുന്നത് എന്തെന്ന് പറയുന്നത്? ബൗണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് എന്ന് പറയുന്നത്. മാത്രമല്ല കോൺട്രാക്ട് ലേബർ ആക്ട്, കോൺട്രാക്ട് ലേബർ ആക്ട് 1970. പിന്നെ എന്താണ്? ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. 1976. ഇതെല്ലാം ഈ പറയുന്നത് എന്താണ്? നിർബന്ധിത തൊഴിൽ തടയുന്നതിനായിട്ട് ഗവൺമെന്റ് പാസാക്കിയ നിയമങ്ങളാണ്. മിനിമം വേജസ് ആക്ട് 1948, ബൗണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് 1976, കോൺട്രാക്ട് ലേബർ ആക്ട് 1970, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. ഈ പറയുന്ന മനുഷ്യക്കടത്ത് തടയുന്നതിനായിട്ട് നിയമിച്ച നിയമമാണ് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം നിയമങ്ങളെല്ലാം പാർലമെന്റ് നിർമ്മിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യാതിരിക്കാൻ, ആർട്ടിക്കിൾ 23 ലംഘിക്കാതിരിക്കുവാൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ് നിങ്ങൾ ഈ താഴെ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടതെല്ലാം. അപ്പോൾ എന്താണ്? സ്റ്റേറ്റ് ലംഘിച്ചാൽ സുപ്രീം കോടതിയെ, ഹൈക്കോടതിയെ സമീപിക്കാം. പകരം ഒരു വ്യക്തിയാണ് ലംഘിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് അതിനെതിരായിട്ട് നിയമം നിർമ്മിക്കണം. അങ്ങനെ ഇന്ത്യയിൽ എന്താണ് ഒരുപാട് നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇനി ഈ ആർട്ടിക്കിൾ 23 പറയുന്നതിന് എക്സെപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്. ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നതിന് എന്താണ്? എക്സെപ്ഷൻ ഉണ്ട്. അതായത് ചില അടിയന്തര സാഹചര്യങ്ങളിൽ എന്താണ് സർക്കാരിന് നിങ്ങളെ കൊണ്ട് എന്താണ് നിർബന്ധിച്ച് സേവനം ചെയ്യിക്കുവാനായിട്ട് കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് കരുതുക. ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ യുദ്ധ മുന്നണിയിലേക്ക് എടുക്കുവാൻ എന്ത് ചെയ്യാൻ കഴിയും? നിർബന്ധിക്കുവാനായിട്ട് ഗവൺമെന്റിന് കഴിയും. കാരണം എന്താണ്? അവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുകയാണ് മറ്റൊരു രാജ്യത്താൽ. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യേണ്ട ബാധ്യത അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത് ആർക്കുണ്ട്? ഇന്ത്യയിൽ ഓരോ പൗരന്മാർക്കുമുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം? ഗവൺമെന്റിനെ നിങ്ങൾ ആർമിയിലേക്ക് എടുക്കാം, നിങ്ങളെ യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കാം. അതിനുവേണ്ടി എന്താണ്? നിങ്ങൾക്ക് റെമ്യൂണറേഷൻ തന്നില്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല. പക്ഷെ എപ്പോൾ മാത്രമാണ്? അത്ര അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രം. നമ്മുടെ ആർമിയെ കൊണ്ടൊന്നും എന്താണ് ആ വാർ ഡിഫൻസ് ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതൽ ആളുകൾ വേണം എന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രം എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ആളുകളെ എടുക്കുവാനായിട്ട് കഴിയും. അത് ആർട്ടിക്കിൾ 23 ലംഘനമല്ല. പക്ഷേ അങ്ങനെ ആളുകളെ എടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ജാതി, മതം, വർഗം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം കാണിക്കുവാനായിട്ട് പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ മാത്രമാണുള്ളത്. എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം? റെമ്യൂണറേഷൻ ഇല്ലാതെ നിങ്ങളെ തൊഴിൽ ചെയ്യുന്നതിനായിട്ട് ഗവൺമെന്റിന് നിർബന്ധിക്കുവാനായിട്ട് കഴിയും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജയിലിനകത്ത് കഠിന ശിക്ഷയ്ക്ക് വിധേയമായിട്ടുള്ള ആളുകളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിക്കും? തൊഴിൽ ചെയ്യിക്കും. പക്ഷെ അവർക്ക് എന്ത് കൊടുക്കണം? അവർക്ക് മിനിമം വേജസ് കൊടുക്കണം. അവർക്ക് മിനിമം വേജസിനുള്ള അർഹതയുണ്ട്. ആർക്ക്? കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട
കുറ്റവാളികൾക്ക് അവരെ കൊണ്ട് എന്ത് ചെയ്യാം? അവരെ കൊണ്ട് തൊഴിലെടുപ്പിക്കാം. പക്ഷെ എന്താണ്, അവർക്ക് മിനിമം വേജസ് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയിലെ ഒരു മിനിമം കൂലി എന്നുള്ളത് അവർക്ക് നൽകണം. ഇല്ല എങ്കിൽ എന്താവും? അത് ആർട്ടിക്കിൾ 23 ലംഘനമാകും. പക്ഷെ എന്താണ്, ഒരു അടിയന്തര സാഹചര്യം, യുദ്ധം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുവാനായിട്ട് വേണമെങ്കിൽ എന്താണ് സേവനം ചെയ്യിക്കുവാൻ ഇന്ത്യയിലെ പൗരന്മാരെ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും? നിർബന്ധിക്കാൻ കഴിയും. അത് ആർട്ടിക്കിൾ 23 ലംഘനം അല്ല. ലംഘനമാകുന്നത് ഏതാണ്? കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുകയും അവർക്ക് കൂലി കൊടുക്കാതെ ഇരിക്കുകയും ചെയ്താൽ എന്താവും? അത് ആർട്ടിക്കിൾ 23 ലംഘനമാകും. ഇതെന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ആർട്ടിക്കിൾ 23 എന്താണ് ചെയ്യുന്നത്? മനുഷ്യക്കടത്തിനെയും നിർബന്ധിത തൊഴിലിനെയും അത് എന്ത് ചെയ്യുന്നു? തടയുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണത്തിനെതിരായിട്ടുള്ള ആദ്യത്തെ ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 23 ആണ്. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 24 ആണ്. ആർട്ടിക്കിൾ 24 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 24 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? അപകടകരമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നതിന് എന്താണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഇത് എന്ത് ചെയ്യുന്നു? തടയുന്നു. എന്താണ്? അപകടകരമായ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ തടയുന്നു. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. എന്താണ്? ബാലവേല നിരോധനം എന്ന് നമുക്ക് എന്താണ് വളരെ സിമ്പിളായിട്ട് ഇതിനെ പറയാം. ആർട്ടിക്കിൾ 24 അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബാലവേല നിരോധിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അപകടകരമായ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഇതെന്ത് ചെയ്യുന്നു? തടയുന്നു. ഇതാണ് ഭരണഘടന പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അപകടകരമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് എന്താണ്? കുട്ടികളെ തടയുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ എന്താണ് 1986 ഒരു നിയമം ഇന്ത്യയുടെ പാർലമെന്റ് നിയമിച്ചു. ആ നിയമത്തിന്റെ പേരാണ് ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത്. CLPR എന്ന് പറയും. ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയും. എന്താണ്? ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട് CLPR എന്ന് പറയും. 1986 ഈ നിയമം എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ പാർലമെന്റ് നിർമ്മിക്കുന്നത്. ഈ നിയമം നിർമ്മിക്കപ്പെട്ടതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് ആർട്ടിക്കിൾ 24 പറയുന്നത് അപകടകരമായ തൊഴിൽ ചെയ്യുന്നത് മാത്രമാണ് ആർട്ടിക്കിൾ 24 തടയുന്നത്. എന്നാൽ ഈ ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട്, പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട്, പ്രൊഹിബിഷൻ ആക്ട് എന്നാണ് ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട്. അപ്പോ ഈ ആർട്ടിക്കിൾ 24 പറയുന്നത് അപകടകരമായ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് കുട്ടികളെ തടയുകയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു നിയമമായിട്ട് പാസ്സാവുന്നതോടെ 1986 ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആക്ടോടുകൂടി എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലുകളും ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ നിയമം കുട്ടികളെ എന്ത് ചെയ്യുന്നു? തടയുന്നു. എന്താണ്? എല്ലാ തൊഴിലുകളും, എന്ത് തൊഴിൽ ചെയ്യുന്നതിനും എന്ത് ചെയ്യുന്നു? കുട്ടികളെ എന്താണ് ചെയ്യുന്നത്? ഈ നിയമം തടയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ പോലെയുള്ള ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ എന്താണ്? രാജ്യത്ത് ഈ നിയമത്തിന് എന്താണ്? പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. പൊതുജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ നിയമത്തോട് എന്തുണ്ടായിരുന്നു? അതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 2009 നമ്മളൊരു എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ളത് സ്റ്റേറ്റിന്റെ കടമയാണ്. അത് കുട്ടികളെ സംബന്ധിച്ച് എന്താണ്? മൗലിക അവകാശമാണ്. അതിന്റെ നിയമമാണ് എന്തെന്ന് പറയുന്നത് 2009 പാസ്സാക്കിയ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടും ഈ പറയുന്ന
CLPR ആക്ട്, അതായത് ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ടും തമ്മിൽ 2012 എന്ത് ചെയ്തു? ക്ലബ് ചെയ്തു. 2012 CLPR ആക്ട് എന്നുള്ളത് എവിടെ ലയിപ്പിച്ചു? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ ലയിപ്പിച്ചു. അതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ അപകടകരമായിട്ടുള്ള തൊഴിൽ എന്താണ്? പൂർണ്ണമായിട്ടും നിരോധിക്കപ്പെട്ടു. അത് നിരോധിച്ചതാണ് എങ്കിലും ഇത് ക്ലബ് ആകുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണ്? അപകടകരമായ തൊഴിലുകൾ പൂർണ്ണമായും നിരോധിച്ചു കുട്ടികൾ ചെയ്യുന്നതിൽ നിന്ന്. ഇനി രണ്ടാമത് പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട് സംബന്ധിച്ച് കുട്ടികൾ ഒരു തൊഴിലും ചെയ്യാൻ പാടില്ല, അവരെ കൊണ്ട് എന്താണ് തൊഴിൽ എടുപ്പിക്കാനേ പാടില്ല എന്നായിരുന്നെങ്കിൽ ഈ CLPR ആക്ട് RTE ആക്ടിൽ ലയിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് പഠന ഇടവേളകളിൽ എന്താണ്? പഠന ഇടവേളകളിൽ മാത്രം എന്ത് ചെയ്യാം? കുട്ടികൾക്ക് തൊഴിൽ ചെയ്യാം എന്നുള്ളതും ആക്കി. എന്താണ്? പഠന ഇടവേളകളിൽ അപകടകരമല്ലാത്ത തൊഴിലുകൾ ചെയ്യാം. എന്നാക്കി. അപ്പൊ എന്താണ്? 2012 എന്താണ്? CLPR ആക്ട് എന്നുള്ളത് RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ ലയിപ്പിച്ചു. അതോടുകൂടി എന്താണ്? അപകടകരമായിട്ടുള്ള തൊഴിലുകൾ എന്താണ്? പൂർണ്ണമായിട്ടും നിർത്തലാക്കി. മാത്രമല്ല പഠന ഇടവേളകളിൽ എന്താണ്? കുട്ടികൾക്ക് അപകടകരമല്ലാത്ത തൊഴിലുകൾ ചെയ്യാം എന്നുള്ള ഒരു വ്യവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പോൾ ഇതോടുകൂടി എന്താണ് ഈ പറയുന്ന ഈ CLPR ആക്ട് എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് എന്താണ്? അപകടകരമല്ലാത്ത തൊഴിൽ പഠന ഇടവേളകളിൽ മാത്രം ചെയ്യാം എന്നുള്ള നിലവിൽ വന്നപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നതിന് ചില എക്സെപ്ഷൻസുകളുണ്ട്. എന്താണ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്? അതായത് വിനോദ മേഖലകളിൽ അല്ലെങ്കിൽ സിനിമ വ്യവസായ മേഖലകളിലൊക്കെ എന്താണ്? സിനിമ വ്യവസായ മേഖലകളിലാണ്, വ്യവസായ മേഖലകളിലല്ല, സിനിമ വ്യവസായം. അതുപോലെ എന്താണ്? വിനോദ മേഖല, ഈ TV പരിപാടികൾ, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ എന്താണ്? കുട്ടികൾക്ക് പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്താണ് തൊഴിൽ ചെയ്യുന്നതിനോ എന്താണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 24 പ്രകാരം അതിനെ എന്തായിട്ട് കൂട്ടില്ല? ബാലവേലയായിട്ട് കൂട്ടില്ല. മാത്രമല്ല അതിനെന്താണ്? ക്ലാസ് പോയാലും അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? അത് കുട്ടികൾക്ക് കൊണ്ട് നടക്കാം. അതിനൊരു എക്സെപ്ഷൻ നൽകുന്നത് എവിടെയാണ്? സിനിമ, വിനോദ വ്യവസായ മേഖലകളിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 24 എന്താണ്? ഒരു എക്സെപ്ഷൻ ഉള്ളൂ. ഇനി കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഒരു മാർക്കാണ് എന്തെന്ന് പറയുന്നത്? റഗ് മാർക്ക് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഗുഡ് വീവ് എന്നാണ്. ഗുഡ് വീവ്, അതായത് കുട്ടികളെ കൊണ്ടല്ല ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബാലവേല ചെയ്യിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നം അല്ല ഇത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റ് നൽകുന്ന ഒരു മാർക്കാണ് എന്തെന്ന് പറയുന്നത് റഗ് മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സീൽ അല്ലെങ്കിൽ സിമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് റഗ് മാർക്ക് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ പേര് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് വീവ് എന്നാണ്. ഗുഡ് വീവ്. ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. എന്താണ്? കൈലാഷ് സത്യാർത്ഥി എന്നാണ്. കൈലാഷ് സത്യാർത്ഥി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം 2014 പാകിസ്ഥാനിലെ മലാല യൂസഫ്സായിയോടൊപ്പം നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ്. സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്നത്. ഈ ഗുഡ് വീവ് അല്ലെങ്കിൽ എന്താണ് റഗ് മാർക്ക് എന്ന് പറയുന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയുമാരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് 2014 ആർക്കൊപ്പമാണ് നോബൽ പ്രൈസ് കിട്ടിയത്? പാകിസ്ഥാൻകാരിയായിട്ടുള്ള മലാല യൂസഫ്സായിക്കൊപ്പമാണ് കൈലാഷ് സത്യാർത്ഥിക്ക് എന്ത് കിട്ടുന്നത്? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുന്നത്. ഇദ്ദേഹം ആരംഭിച്ച ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. എന്താണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന ആരാണ് രൂപീകരിച്ചത്? കൈലാഷ് സത്യാർത്ഥി 1980 രൂപീകരിച്ച സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു ഇന്റർനാഷണൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. എന്താണ്?
മാർച്ച് എഗെയിൻസ്റ്റ് എന്താണ് ചൈൽഡ് ലേബർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനും അദ്ദേഹത്തിന്റെ കീഴിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് 1980 രൂപീകരിച്ച ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 2014 എന്ത് ലഭിച്ചിട്ടുണ്ട്? നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഈ ജൂൺ 12 തീയതിയാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ലോക ബാലവിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഈ പറയുന്ന ജൂൺ 12 തീയതിയാണ് എന്തായിട്ട് ആചരിക്കുന്നത്? ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 24 എന്താണ് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്നു. 2012 ഈ ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ടും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ എന്ത് ചെയ്തു? ലയിപ്പിച്ചു. മാത്രമല്ല കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ല എന്നുള്ളതിനൊരു മാർക്ക് നൽകുന്നുണ്ട്. അതിനെയാണ്, അല്ലെങ്കിൽ ഒരു സിമ്പൽ നൽകുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റെഗ് മാർക്ക് അല്ലെങ്കിൽ ഗുഡ് വീവ് എന്ന് പറയുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാരനാണ് കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹത്തിന് 2014 എന്താണ് പാകിസ്ഥാൻകാരിയായ മലാൽ യൂസഫ് സായിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. 1980 അദ്ദേഹത്തിന്റെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയാണ് ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്. ജൂൺ 12 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ലോക ബാലവിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ആർട്ടിക്കിൾ 23 ആർട്ടിക്കിൾ 24 എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതോടുകൂടി എന്താണ് ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണത്തിനെതിരായിട്ടുള്ള മൗലിക അവകാശങ്ങളും ഇതെന്താണ് ഈ ക്ലാസ്സോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇക്വാളിറ്റി അഥവാ സമത്വത്തിനായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പഠിച്ചു, സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? എക്സ്പ്ലോയിറ്റേഷനെതിരായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി എന്താണ്? മതപരമായിട്ടുള്ള അവകാശങ്ങളാണ് എന്താണ് നമുക്കിനി പഠിക്കുവാനായിട്ടുള്ളത്. അതുമായിട്ട് എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കാണാതെയല്ല പഠിക്കേണ്ടത്, എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.